ഏതൊരു മകനാണോ ഏതൊരു മകളാണോ ദുനിയാവിന്റെ ഏത് ഭാഗത്താകട്ടെ ഉമ്മയോടൊപ്പം മകളില്ല, വാപ്പയോടൊപ്പം മകളില്ല. പക്ഷേ മകൾ എവിടെയാണ്? ഒന്നുകിൽ മകൾ അല്ലാഹുവേ മലപ്പുറം ജില്ലയിലായിരിക്കാം, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലായിരിക്കാം, ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കാം. പ്രിയപ്പെട്ട ഉമ്മ എവിടെ കൊല്ലത്താണെന്ന് കരുതുക. എന്നാൽ ദുനിയാവിന്റെ ഏത് കോണിലാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നവരാരാ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, അല്ലാഹ് ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളെ കണ്ടോ? അവര് വെറുതെയല്ല, ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മുഹറത്തെ കണ്ടുകൊണ്ടാണ് അവർ ദുആ ഇറക്കുന്നത്. അല്ലാഹുവേ നീ അവരെ തട്ടല്ലേ അല്ലാഹ്. അത് മാത്രമല്ല മുഅ്മിനേ, അത് മാത്രമല്ല നിന്റെ ഖൽബിന്റെ ഉള്ളിൽ ഏതൊരാഗ്രഹമാണ് മനസ്സിൽ നീയത്തുള്ളത്, ആ ഒരാഗ്രഹം നീ മഗ്രിബിന് തൊട്ട് മുമ്പ് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് ആ ആഗ്രഹം അല്ലാഹു സഫലമാക്കി തരുന്നതാണ്. കണ്ടങ്ങള് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ഇല്ലാത്തവരൊന്നുമില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളുണ്ട്. ചില ആളുകൾ പറയും, ഉസ്താദേ നമുക്ക് വേണ്ടി ദുആ ഇറക്കണം, നമുക്ക് വേണ്ടി ദുആ ഇറക്കണം. ഞാൻ ദുആ ചെയ്താൽ മാത്രം മതിയാ? പറ്റൂല. നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരെയും ഖൽബിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി തരണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള മുഅ്മിനേ, അവിടുന്നതാ പരിശുദ്ധമായ മുഹറം 9 ഒരു മകൻ നടക്കുകയാണ്. എവിടത്തേക്കാണ് പോകുന്നത് എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് ഖബറിലാണ്. ആ ഉമ്മാന്റെ ഖബറിന്റെ അരികത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ ഉമ്മക്ക് എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അരികത്ത് പോകുമ്പോ എന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട വല്ലതും ഞാൻ കൊടുക്കണമല്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഈ മകൻ ചെയ്ത എന്തെന്നറിയുമോ? അദ്ദേഹത്തിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല ഒരാടിനെ പിടിക്കുകയാണ്. ആ ഒരാടിനെ പിടിച്ച് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പരിശുദ്ധമായ തക്ബീർ ചൊല്ലി ബിസ്മില്ലി അറുക്കുകയാണ്. അറുത്തിട്ടതിന്റെ മാംസങ്ങൾ ഓരോ പൊതിയാക്കുകയാണ്. ഓരോ പൊതിയാക്കി ആ പൊതിയാക്കിയിട്ട് മകൻ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ കൂട്ടുകാരികൾ ആരൊക്കെയായിരുന്നോ, ഉമ്മയുടെ സ്നേഹിതർ ആരൊക്കെയായിരുന്നോ, അവർക്കൊക്കെ വിതരണം ചെയ്തിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്റെ ഉമ്മയുടെ കൂട്ടുകാരിയാണ്. ഇത് മുഹറം 9 ഉമ്മ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് എന്റെ ഉമ്മ സന്തോഷിക്കാനാണ്. ഖബറിൽ കിടക്കുന്ന എന്റെ പുന്നാര ഉമ്മ എന്നെ നല്ലതുപോലെ കണ്ടിട്ട് ചിരിക്കാനാ. അതുകൊണ്ട് ഈ മാംസം നിങ്ങൾ വേടിക്കുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ഇറക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കടന്നു വന്നെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ നമ്മളങ്ങനെ ചെയ്തോ? നമ്മളങ്ങനെ ചെയ്തോ? എന്നാൽ നമ്മുടെ ഉമ്മ സന്തോഷിക്കും. ഇന്നും നാളെയുമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹദിയ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ പറ്റുമോ? ആ നന്മകൾ ചെയ്തിട്ട് പടച്ച റബ്ബേ എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നല്ല സന്തോഷത്തോടെ നിങ്ങൾ ദുആ ചെയ്താൽ ആ ഉമ്മാന്റെ ഖബർ സ്വർഗമാണ്. ആ ഉമ്മാന്റെ ഖബർ സന്തോഷമാണ്. ആ ഉമ്മാന്റെ ഖബർ ആനന്ദമാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉമ്മാന്റെ, വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബർ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കി നീ മാറ്റണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൽ 1 രൂപയാണെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക്, ഏതെങ്കിലും ഒരു സാധുക്കൾക്ക് അവിടെ നിന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അൽഹംദുലില്ലാഹ് നിങ്ങൾ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മുഹറം 10 അന്ന്, മുഹറം 9 അന്ന് അവിടെ നിന്നതാ വന്നിരിക്കുകയാണ്. തന്റെ മുമ്പിലുള്ള ശിഷ്യഗണങ്ങളോട് പറയാ, മക്കളെ നിങ്ങളെ
അവിടെ നിന്ന് സന്തോഷിക്കുമോ? നിങ്ങൾക്ക് അവിടെ നിന്ന് ആനന്ദിക്കുമോ? എന്നാൽ നിങ്ങൾ ചിരിക്കുമ്പോഴും നിങ്ങൾ കളിക്കുമ്പോഴും നിങ്ങൾ നല്ലതുപോലെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ കരളിന്റെ കരളായ ഉമ്മയുണ്ടല്ലോ, അവരിന്ന് ഖബറിലാണ്, അവര് പച്ചമണ്ണിലാണ്, അവര് കൂരിരുട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമോ? അങ്ങനെ കേട്ടവരൊക്കെ ഓടുകയാണ് ഖബറിന്റെ അരികിൽ. അപ്പോഴാണ് ഒരു പെൺകുട്ടി ആ ഭാഗത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, തങ്ങളെ, എന്റെ ഉമ്മ ഖബറിലാണ്, ഞാൻ ഇന്നെവിടെയും പോകുന്നില്ലല്ലോ, ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിലാ, എനിക്ക് എന്റെ ഉമ്മാക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടുന്നത്? അവിടെ നിന്ന് മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ്, അൽഹംദുലില്ലാഹ്, നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഇരുന്ന് നിന്റെ ഉമ്മക്ക് വേണ്ടി ഫാത്തിഹ ഓതുമോ, നിന്റെ ഉമ്മക്ക് വേണ്ടി ഖുർആൻ ഓതുമോ, നിന്റെ ഉമ്മക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയിട്ട് ഹദിയ ചെയ്യുമോ? അത് ഏറ്റവും നല്ല സന്തോഷമാണ്, അത് ഏറ്റവും നല്ല ആനന്ദമാണ്. എന്തിനേറെ സഹോദരങ്ങളെ, ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കരുത് ഉസ്താദിന് പൈസ അയച്ചു കൊടുക്കാനാണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത് എന്നല്ല. ഇന്ന് വരെ ഞാൻ എന്റെ ഗൂഗിൾ പേ നമ്പർ ഇതിൽ ഞാൻ കൊടുത്തിട്ടില്ല, അൽഹംദുലില്ലാഹ്. അതല്ലാതെ സാധുക്കളെ സഹായിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി കാശുകൾ തന്നവരുണ്ട്, കൊടുത്തവരുണ്ട്. അല്ലാഹുവേ, നീ അവരെ മുഴുവനും സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം തരണേ അല്ലാഹുവേ. സഹോദരങ്ങളെ, നിങ്ങളുടെ ഉമ്മക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹദിയ, കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മ ഇന്നും നാളെയുമായി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അവരൊരു പക്ഷേ ഖബറിന്റെ ഉള്ള സ്വർഗമാണോ നരകമാണോ എന്നറിയില്ല, എവിടെയായാലും അല്ലാഹുവേ അവർക്ക് സ്വർഗമാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ആ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു ഹദിയ മതിയല്ലോ, നിങ്ങളുടെ ഒരു സ്വതക്ക മതിയല്ലോ, നിങ്ങളുടെ ഒരു സന്തോഷം മതിയല്ലോ. അതുകൊണ്ടാണ് മഹാനുഭാവൻ പറഞ്ഞു, മോളെ, നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുക, നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കടന്നിരുന്നിട്ട് നിറഞ്ഞ മനസ്സോടെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. നിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ നിന്റെ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ഈ പെണ്ണ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ആങ്ങളയുടെ അരികിൽ ചെന്നു, ഇക്കാ, നമ്മളൊന്ന് തനിച്ചല്ലേ, നമ്മുടെ ഉമ്മ തനിച്ചല്ലേ, ആ ഉമ്മക്ക് വല്ലതും ചെയ്യണ്ടേ ഇക്കാ എന്ന് പറയുമ്പോ സഹോദരൻ പറഞ്ഞു, മോളെ, നമുക്ക് ഓതാ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ അൻ-നജ്മു വശ്-ശജറു യസ്ജുദാൻ. സൂറത്തുർ റഹ്മാൻ ഓതുകയാണ്. ആ മകനും മകളും അവിടെ നിന്ന് ഓതുകയാണ്. ഉമ്മാന്റെ ഖബറിടത്തിലേക്ക് ഹദിയ ചെയ്ത് അന്ന് രാത്രിയതാ അവരുടെ കിനാവിൽ അവരുടെ ഉമ്മ കടന്നു വരികയാണ്. വന്നുകൊണ്ട് വിളിക്കുന്നു, മോനെ, 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 നീ ഉമ്മാക്ക് വേണ്ടി പരിശുദ്ധമായ മുഹറത്തിന്റെ 9 അന്ന് നീ ഉമ്മക്ക് വേണ്ടി റഹ്മാനോദി ദുആ ചെയ്തല്ലോ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചടാ. എന്റെ ഖബർ സ്വർഗമാടാ, സന്തോഷത്തിന്റെ വീടാണ് എന്റെ വീട്, സ്വർഗമായി. അതിനുള്ള ഏറ്റവും നല്ല വഴിയേതെന്നറിയോ? നിന്റെ ദുആയാണ്. അതുകൊണ്ട് ഉമ്മാനെ മറക്കല്ലേ എന്നവിടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഉമ്മയെ മറക്കരുത്, ഉമ്മയെ തള്ളിക്കളയരുത്, ഉമ്മയെ കുറ്റപ്പെടുത്തരുത്. നമ്മളൊക്കെ നോമ്പുകാരാണ്, നോമ്പ് നോറ്റവരുമുണ്ട്, നോമ്പ് നോൽക്കാൻ കഴിയാത്തവരുമുണ്ട്. അല്ലാഹു ആരോഗ്യ പ്രശ്നമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അല്ലാഹു തആല ശമനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഈ മുഹറത്തിൽ ആരും നിർത്തിയിട്ട് പോകരുത് ഇൻഷാ അല്ലാഹ്. ആര് പോയാലും പോകണ്ടെന്ന് പറയൂല. പക്ഷേ അല്ലാഹു നമുക്കിന്ന് സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി, ഉമ്മ, നിങ്ങളുടെ മക്കള് നല്ലതുപോലെ ആവണോ? ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ചൊല്ലുമോ? ഞാൻ ചൊല്ലുന്നത് പോലെ എന്നോടൊപ്പം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ മക്കളുടെ ഭാവി സന്തോഷത്തിലും റാഹത്തിലുമാവുന്നതാണ്. അതിന്റെ പ്രാർത്ഥന ഏതാ? റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹഖ്നി
بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. എല്ലാവരും ഒന്ന് ചൊല്ലുമ്പോൾ മനസ്സിൽ നിയത്ത് വെക്ക്, എന്റെ മക്കൾ ഞാൻ പറയുന്നത് പോലെയാകണം, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെയാകണം, എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണമെന്ന് എല്ലാവരും ചൊല്ലുമോ? ഇന്നത്തെ ദിവസം മാത്രമാണ് ഇതിന്റെ മഹത്വം ലഭിക്കുന്നത്. എല്ലാവരും ഒന്ന് ചൊല്ല റബ്ബി, എല്ലാവരും ചൊല്ല റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. ഈ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതി. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഇത് ചൊല്ലിയിട്ടുള്ള പെങ്ങന്മാരാരാണ്, ഉപ്പമാരാരാണ്? അല്ലാഹുവേ, അസറിന് മുമ്പ് ഒരു തവണ നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ മക്കൾ നല്ലവരായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ അരുമ മക്കളെ നല്ലവരാക്കണം റബ്ബേ, സ്വാലിഹീങ്ങളാക്കണം റബ്ബേ, സ്വാലിഹാത്തുക്കളാക്കണം റബ്ബേ. അല്ലാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുന്ന നിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അരുമ മക്കളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളുടെ അരുമ മക്കളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ സന്തോഷം തരണം അല്ലാഹുവേ, നീ സ്വർഗത്തിന്റെ വഴികൾ തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന ഉമ്മമാരുണ്ട്, വിഷമിക്കുന്ന ഉമ്മമാരുണ്ട്, ദുഃഖിക്കുന്ന ഉമ്മമാരുണ്ട്. യാ അല്ലാഹ്, അവരുടെയൊക്കെ മനസ്സിന്റെ വിഷമങ്ങള്, അവരുടെ ദുഃഖങ്ങള്, അതെല്ലാം നീ മാറ്റണേ അല്ലാഹ്, അതെല്ലാം നീ മാറ്റണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഒന്നുകൂടെ നമുക്ക് ഓതാം, കാരണം നമ്മുടെ മക്കൾ നന്നാകണം. എന്നോടൊപ്പം ഒന്ന് ഒറ്റ ഘട്ടം നിങ്ങൾ നല്ല നീയത്തോടെ ചൊല്ലിയാൽ, ഈ ദിവസത്തിൽ നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുകയാണ്. ചൊല്ല് റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽ ലി لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹുവേ, പടച്ചവനെ, നിറഞ്ഞ മനസ്സോടെ ആരൊക്കെയാണ് ഇത് ചൊല്ലിയത്? എത്ര ഉമ്മമാര് പെങ്ങന്മാരാണ് ഇത് ഓതിയത്? അവരുടെ മനസ്സറിയുന്ന അല്ലാഹ്, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കണം അല്ലാഹ്, നീ സ്വീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ മക്കൾക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, വിഷമങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, നൊമ്പരങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. സഹോദരങ്ങളെ, ചെറിയ ചെറിയ ദിക്റുകളാണ്. ആ ദിക്റുകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ്. എന്നാൽ എല്ലാവരും മഗ്രിബ് കഴിഞ്ഞ് ഇശാ വരെയും ചൊല്ലേണ്ടുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഒന്ന് ചൊല്ലണം നമുക്ക്. കാരണം നിങ്ങൾ എത്ര ചൊല്ലുന്നോ അത്രയും പാപങ്ങൾ അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും. പൊറുക്കലിനും അല്ലാഹുവിന്റെ കാരുണ്യത്തിനും ഒന്നും ഞാൻ വെറുതെ പറയുകയല്ല. നിങ്ങൾക്ക് എല്ലാ തെളിവുമുള്ള, എല്ലാം നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മറക്കരുത്. അതുകൊണ്ട് അല്ലാഹുവേ, കഴിഞ്ഞ ഒരു മുഹറം മാസം മുതൽ ഈ സമയം വരെ നമ്മളിൽ ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. എന്തെല്ലാം പിഴവുകളാണോ, എന്തെല്ലാം തെറ്റുകളാണോ, എന്തെല്ലാം സങ്കടങ്ങളാണോ
ആ സങ്കടങ്ങളെല്ലാം എടുത്തു നിന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് പറയുമോ റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റഹീമീൻ. അല്ലാഹുവേ റബ്ബിഗ്ഫിർ, എന്റെ റബ്ബേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. വർഹം, നിന്റെ കരുണയും ചൊരിക്കണേ അല്ലാഹ്. വഅന്ത ഖൈറുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരില് ഏറ്റവും നല്ലതുപോലെ കരുണ ചെയ്യുന്ന റബ്ബേ ഇന്ന് മുഴുവനും ഈ ദിക്ർ പതിവാക്കണം. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് ഉമ്മ നിങ്ങൾ ദുആ ചെയ്യാ വന്നിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ റബ്ബിഗ്ഫിർ, എല്ലാവരും ഒന്ന് കേൾക്ക്. റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റഹീമീൻ എന്ന ദിക്ർ ഏതൊരാളെ ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവന്റെ മലക്കുകളോട് പറയുമത്രേ ആ പെണ്ണിന്റെ പാപങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പൊരുത്തപ്പെടുകയാണ്. അവർക്ക് നന്മകൾ എഴുതുമോ, അവളുടെ ജീവിതത്തിൽ സന്തോഷം എഴുതുമോ, അവളുടെ ജീവിതത്തിൽ ആനന്ദം എഴുതുമോ. അതുകൊണ്ട് അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാ റബ്ബിഗ്ഫിർ, നല്ലതുപോലെ എന്നോടൊപ്പം ഒന്ന് ചൊല്ല റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റഹീമീൻ. ചെറിയൊരു ദിക്റാണ്, ചെറിയൊരു ദിക്റാണ്. ഒന്ന് എഴുതിയെടുത്തോ വേണമെങ്കിൽ. റബ്ബിഗ്ഫിർ, റബ്ബി ഇഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റഹീമീൻ. ഈ ദിക്ർ ഇന്ന് ഇശാഇന്റെ സമയം വരെയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമെന്നുള്ള ആ നിയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരും. അല്ലാഹുവിന്റെ പാപങ്ങൾ പൊറുക്കൂലല്ലോ, അത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തു എന്നാരും വിചാരിക്കണ്ട. എന്നാൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഒരടിമ തെറ്റു ചെയ്താൽ അല്ലാഹു കാത്തിരിക്കുകയാണ്. എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നറിയോ? എന്റെ അടിമ എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നറിയാനാണ് പടച്ച തമ്പുരാന് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, നിങ്ങളുടെ എല്ലാ തെറ്റും അല്ലാഹു മാപ്പാക്കും. അതുകൊണ്ടാ പറഞ്ഞ റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റഹീമീൻ. എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന അത്യത്ഭുതമായ ഒരു ദിക്ർ. എല്ലാവരുടെ മനസ്സിലും ഈമാനിന്റെ മാധുര്യം തരാനുള്ള അടിവേര് നൽകുന്ന ഒരു ഏറ്റവും നല്ല ഒരു ദിക്റായത്. അപ്പൊ അതുകൊണ്ട് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ദിക്ർ ഏതെന്നറിയോ? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമുക്കുണ്ടാകാനുമുള്ള ആ ദിക്റാണ് ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അതേതാണെന്നറിയുമോ? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹമ്മിൽനാ ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا لا تؤاخذنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا وأنت مولانا فانصرنا على القوم الكافرين. ഈ ഒരു ദിക്ർ നമ്മുടെ പാപങ്ങളൊക്കെ പൊഴിഞ്ഞു പോകാനും നമ്മുടെ പാപങ്ങൾ ചോർന്നു പോകാനും നമ്മുടെ എല്ലാ നന്മകളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ ഓതാറുള്ള ആമന റസൂല്. അതിനകത്ത് നോക്കിയാൽ കിട്ടും. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഒന്നുകിൽ ഇതോതുക, ഒന്നുകിൽ ഇതോതുക, ഇല്ലെങ്കിൽ ആമന റസൂൽ ഓതുക. ആമന റസൂൽ ഓതിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടു തരുമെന്ന് മഹാരഥന്മാര് പഠിപ്പിക്കുകയാണ്. എല്ലാ തിന്മകളും മാച്ചു കളയാൻ, എല്ലാ തെറ്റുകളും മാച്ചു കളയാൻ, എല്ലാം മാച്ചിട്ട് റബ്ബിന്റെ അടുക്കൽ സന്തോഷകരമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിക്റാണ്. അവിടെ എത്തുമ്പോ നമ്മൾ പറയണം റബ്ബനാ ലാ തുആഖിദ്നാ.
ഈ ദിക്ർ നമ്മൾ ഇങ്ങനെ ചൊല്ലണം. ഈ മുഹറം മുഴുവനും ഇന്ന് മുതല് മുഹറം മുഴുവനും നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരണം. കാരണം എന്തെന്നറിയോ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് സൽക്കർമ്മവും ഒരുപാട് ആനുകൂല്യവും എല്ലാം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകും. അള്ളാഹു നമ്മുടെ മനസ്സിന് നൽകും. അള്ളാഹു സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമുക്ക് നൽകും. അതിൽ യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ ഓതേണ്ടുന്ന ഒരു ആയത്തുണ്ട്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ പാടെ ഓതിയിട്ട് ദുആ ചെയ്യണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ഒരു ആയത്ത് നമ്മൾ ഓതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ നിയത്ത് കൊണ്ടുവരണം. ഈ ആയത്ത് നമ്മൾ ഓതുമ്പോഴേ ചില ആഗ്രഹങ്ങൾ, ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നിയത്തായി കൊണ്ടുവരണം. നമുക്കത് വലിയ നേട്ടമാണ്, നമുക്കത് വലിയ ഒരു സന്തോഷമാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ, ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഫിദ്ദുനിയാ, ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണേ. എന്ത്? ഹസനത്തൻ. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഉദ്ദേശിക്കാം, നിങ്ങളുടെ ഭർത്താവിനെ ഉദ്ദേശിക്കാം, നിങ്ങളുടെ കച്ചവടം ഉദ്ദേശിക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെന്നാണോ ആ ആഗ്രഹമുള്ളത് സകലതും ആതിനാ ഫിദ്ദുനിയാ, ദുനിയാവിൽ നൽകുന്ന കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ഇതിനെ നല്ലതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ, അല്ലാഹുവേ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലതിനെ തരണേ റബ്ബേ, നന്മകൾ ചൊരിക്കണേ റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ നല്ലത് തരണേ അല്ലാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നല്ലത് തരണേ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നല്ലത് തരണേ അല്ലാ, ഞങ്ങളുടെ കൂട്ടുകാരിൽ നല്ലത് തരണേ അല്ലാ, ഞങ്ങളുടെ സഹപാഠികൾ നല്ലത് തരണേ അല്ലാ. അല്ലാഹുവേ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നന്മകൾ തരണം. അത് മാത്രമല്ല വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എത്ര അത്ഭുതമായ ദിക്റെന്നറിയോ, വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആഖിറത്തിൽ നല്ലത്, സ്വർഗം വേണം, അതായത് സ്വർഗം ഞങ്ങൾക്ക് തരണം. ദുനിയാവിലും നമുക്ക് നല്ലത് തരണം. കഴിഞ്ഞ നിങ്ങൾ ചെല്ലണം കേട്ടോ. പിന്നെയോ അല്ലാ, നിന്റെ കത്തിയാളുന്ന നരകം, ആ നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണേന്ന്. അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചുടേറ്റുമുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോളിളകുന്നതാ. ഉള്ളിൽ കടന്ന കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴിയതു മുഴുവനും ഒലിക്കുന്നതാ. അതുകൊണ്ട് മുഹറം 9 അന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പെങ്ങളെ ഒരു 5 മിനിറ്റ് ഇരിക്കുമോ? ഈ വരായത്തൊരു 11 പ്രാവശ്യം ഓതാൻ പറ്റുമോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ അല്ലാഹുവേ നിന്റെ സ്വർഗമാ വേണ്ടുന്നത്. പെങ്ങളെ ഇന്നല്ലാതെ ഇനി എന്നാ നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത്? ഇതുപോലത്തെ ഒരു സമയം ഇനി കിട്ടില്ലല്ലോ. ഇനി മുഹറം 9 അടുത്തൊരു കൊല്ലമല്ലേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് അടുത്തൊരു കൊല്ലം നമ്മൾ ഉണ്ടാകുമോ? നമ്മുടെ മക്കൾ ഉണ്ടാകുമോ? നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകുമോ? നമ്മുടെ സഹപാഠികൾ ഉണ്ടാകുമോ? നമ്മുടെ സഹപ്രവർത്തകരുണ്ടാകുമോ? അറിയില്ല. അതുകൊണ്ട് അടുത്തൊരു കൊല്ലം ഞാനോ നിങ്ങളോ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്നോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുത്തഖീങ്ങളെ ചൊല്ലുമോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
അല്ലാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ എന്നോടൊപ്പം വന്ന് ഓതുമോ നിങ്ങളൊരു 3 തവണ റബ്ബനാ ആതിനാ ചൊല്ല്. നല്ല പുണ്യമായി ഇന്ന് റബ്ബനാ ഞാൻ ഓതുകയാണ്, എന്നോടൊപ്പം ഓത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 2 വട്ടം കൂടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ റബ്ബേ, മാലികുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്ലിസിൽ സംഗമിച്ചവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നാളെ 2:30 ആകുമ്പോ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് തന്നാൽ നാളെ അല്ലാഹുവേ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ ദിക്റുകൾ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറാൻ, ജീവിതത്തിന്റെ വിഷമങ്ങൾ മാറാൻ, ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറാൻ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ കയറി വന്ന ഒരാളെ പാഴാക്കല്ല റബ്ബേ, രോഗങ്ങൾ കൊടുക്കല്ല റബ്ബേ, വിഷമങ്ങൾ കൊടുക്കല്ല റബ്ബേ, കണ്ണീരുകൾ കൊടുക്കല്ല റബ്ബേ, ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി വിട പറയാ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മുഹറത്തിൽ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെ ഖൽബറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, അവരുടെ മനസ്സറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അതിൽ രോഗങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൈവടിയല്ല റബ്ബേ, മാറാത്ത രോഗം തന്ന് പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തന്ന് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഈ ദിവസം വല്ലാത്ത അത്ഭുതമുള്ളതാണ് അല്ലാഹുവേ. നിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് സ്വഹാബത്ത് വല്ലാതെ ആദരിച്ച മാസമാണ്, ഇഷ്ടപ്പെട്ട ദിവസമാണ് അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എന്നോടൊപ്പം ഉംറയ്ക്ക് വരാൻ ആഗ്രഹം വെച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച പുണ്യഭൂമിയിൽ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. ആ പുണ്യഭൂമിയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. പരിശുദ്ധരായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സവിധത്തിൽ പോയിരുന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ആ പുണ്യനബി തങ്ങളെ കാണാനുള്ള വിധി തരണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ അവരുടെ വിഷമങ്ങളായി, അവരുടെ ദുഃഖങ്ങളായി, അവരുടെ പ്രയാസങ്ങളായി എഴുതുന്നുണ്ട് റബ്ബേ. അല്ലാഹുവേ നീ തള്ളിക്കളയല്ലേ റബ്ബേ. രോഗങ്ങളുള്ളവരുണ്ട് റബ്ബേ, തലവേദനിക്കുന്നവരുണ്ട് റബ്ബേ. എന്ത് രോഗമാണെങ്കിലും ശമനം കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഓരോ ദിവസവും 2:30 ആകുമ്പോ നല്ല നീയത്തോടെ കടന്നു വരുന്നവരാണ്. നീ തട്ടല്ലേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.